എടാ നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. സാനിറ്റൈസർ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ ഡീപ് ക്ലീൻ ആക്കി കൈ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് തന്നെ കഴുകണം. ഇങ്ങനെ തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഫുള്ള് സാനിറ്റൈസ് ചെയ്തേക്കാം. ഒരു പാക്കേജിൽ ഡ്രിങ്കിങ് വാട്ടറാണ് ഇത്. എൻ്റെ സാനിറ്റൈസറാണ്. നമ്മൾ വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷമൊന്നും പരത്താതിരിക്കാനായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം. അവൻ ഭ്രാന്തനായി അഭിനയിക്കുക, അല്ലെങ്കിൽ എന്തിനാ അവൻ എല്ലായിടത്തും വരണം? അവനെന്താ ഭ്രാന്ത? ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അല്ല ഇനിയിപ്പോൾ ഈ പട്ടിയെ സാനിറ്റൈസറെ കുളിപ്പിച്ച് കാണോ? ദൈവത്തിനറിയാം. കഴുകി നല്ലോണം സെറ്റാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റിയത്. പക്ഷേ സോപ്പിട്ട് കഴുകാത്തതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതിൻ്റെ ഔട്ടർ സൈഡ് സെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനിടയ്ക്ക് ഇവർ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുമെന്നോ എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നോ അറിയാത്തതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ശരിയല്ല. അതിൻ്റെ അകവും കൂടെ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹാൻഡ്സിൻ്റെയൊക്കെ സ്മെല്ല് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കും എന്നുള്ളൊരു ഐഡിയ എനിക്ക് അറിയില്ല. വില പണിക്കുമ്പോടാ മുതുക്കന്മാരായില്ലേ, കുക്കറിലിട്ടടിച്ചാ വരെ വേവില്ല. ജെല്ലാണ്. ഞാൻ ഇതെടുത്ത് പോക്കറ്റിലിട്ട് കുറച്ച് സാധനം കയ്യിലും വന്നിട്ട് കൊടുത്ത് ബില്ലടിച്ച് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോക്കറ്റിലൊരു സാധനം തടയുന്നു. അപ്പോൾ ഇത് ഞാൻ അറിയാണ്ടാണ് എടുത്തിട്ടത് എന്നുണ്ടെങ്കിൽ പോലും, അറിയാണ്ടാണ് നമ്മൾ പോയെങ്കിൽ പോലും നമ്മളിത് പൈസ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സാധനം തിരിച്ചു കൊടുക്കാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് ഓഫ് കോഴ്സ് മോഷണം തന്നെയാണ്. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ, ഇത് കള്ള ലക്ഷണമല്ല, ജന്മന ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ.